ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഒരുപാട് പേര് കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും ചോദിക്കുന്നുണ്ട് ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ ചാനൽ എങ്ങനെ മോണിറ്റൈസേഷൻ ആയെന്ന്. അപ്പോൾ തുടക്കക്കാരായ ഒരുപാട് പേർക്ക് ഇന്നത്തെ എൻ്റെ ഈ ടോപ്പിക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാണ്. മാത്രമല്ല, എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. മാത്രമല്ല, എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞാൻ എങ്ങനെയാണ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയത് അതുപോലെ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ആക്കാൻ സാധിക്കും. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകാനായിട്ട് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ, നിങ്ങളൊരു തുടക്കക്കാരാണ്, നിങ്ങൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നവരാണെങ്കിൽ നമ്മുടെ യൂട്യൂബിന്റെ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകാനായിട്ട്, ഹാഫ് മോണിറ്റൈസേഷൻ ആകാനായിട്ട് നമുക്ക് 500 സബ്സ്ക്രൈബറും അതുപോലെ തന്നെ 3M വ്യൂസുമാണ് വേണ്ടത്. ഷോർട്സിന്റെ കാര്യത്തിൽ കേട്ടോ, ഫുൾ മോണി ആകാനാണെങ്കിൽ 1000 സബ്സ്ക്രൈബറും 10M വ്യൂസുമാണ് വേണ്ടത്, അതായത് 1 കോടി വ്യൂസ്. പിന്നെ ഷോർട്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വെറും 90 ദിവസം നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ലോങ് വീഡിയോയുടെ കാര്യത്തിൽ ലോങ് വീഡിയോ വരെ നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ആകാനായിട്ട് നമുക്ക് 1 വർഷമാണ് സമയമുള്ളത്. ആ 1 വർഷത്തിൽ നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആകാനായിട്ട് 500 സബ്സ്ക്രൈബറും 3000 വാച്ച് അവറുമാണ് വേണ്ടത്. അതുപോലെ തന്നെ ഫുൾ മോണിറ്റൈസേഷൻ ആകാനായിട്ട് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സുമാണ് വേണ്ടത്. ഇത് രണ്ടും നമ്മുടെ അധ്വാനം കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. ഹാർഡ് വർക്ക് ഒക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മളങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കണ്ടന്റ് ആണ്. നമ്മുടെ വീടും ചുറ്റുപാടുമായിട്ട് നിൽക്കുന്ന, നമുക്ക് എപ്പോഴും ചെയ്യാൻ സാധിക്കുന്ന കണ്ടന്റ് തന്നെ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്ഥിരം ആ കണ്ടന്റുമായിട്ട് മാത്രം മുന്നോട്ട് പോകാൻ നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കുക്കിംഗ് ചാനലാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഒന്നത്രാടെങ്കിലും കുക്കിംഗ് വീഡിയോ ബ്ലോഗായിട്ട് ഇടാൻ ശ്രമിക്കണം. ഇനി ഡാൻസ് പാഷനായിട്ട് കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡാൻസ് തന്നെ ചൂസ് ചെയ്യാം. ഷോർട്സിൽ നിങ്ങൾക്ക് ഡാൻസ് കളിച്ച് വേണമെങ്കിൽ നമുക്ക് വ്യൂവേഴ്സ് ഒക്കെ ആയാലും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയാലും ഏൺ ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, ട്രാവൽ ബ്ലോഗാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾ എപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു കണ്ടന്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ജീവിതകാലം മുഴുവൻ നമ്മൾ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകാൻ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേര് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. യൂട്യൂബിലെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഇനി അറിയപ്പെടുമല്ലോ, അപ്പോൾ നമ്മൾ അതിനും അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു ഇടിവെട്ട് പേര് കൊടുക്കുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്ലൈൻ മെയ്ക്ക് ചെയ്യാനായിട്ട് ഒരു ആപ്പ് അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു ആപ്പ്, ക്യാൻവ ആപ്പ് ഉണ്ട്, അതുപോലെ തന്നെ തംബ്ലൈൻ മേക്കർ ആപ്പ് ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്ലൈൻ മേക്ക് ചെയ്യാൻ സാധിക്കും. എങ്കിൽ കൂടി ഞാനിപ്പോൾ എന്താ പറയുക, പ്ലാൻ വെച്ചിട്ടാണ് തംബ്ലൈൻ മേക്ക് ചെയ്യുന്നത്. ഓരോ മാസവും ഓരോ പ്ലാനിലൂടെയാണ് ഞാൻ തംബ്ലൈൻ മേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ എഡ്ജൊക്കെ ആയാലും പിക്ചേഴ്സൊക്കെ ആയാലും കോപ്പി കട്ട് ചെയ്തിട്ട് നമ്മുടെ തംബ്ലൈനിൽ ആഡ് ചെയ്യാൻ സാധിക്കും. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. കുറച്ച് എന്താ പറയുക, കുറച്ച് അധികം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. നിങ്ങളിപ്പോൾ ഒരു തുടക്കക്കാരായതുകൊണ്ട് നിങ്ങൾ നോർമലി ഒരു തംബ്ലൈൻ നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം എന്നുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോർമലി ഒരു തംബ്ലൈൻ മേക്ക് ചെയ്യുക. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്പാണ് YT സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അതായത് യൂട്യൂബിൻ്റെ എന്താ പറയുക, ഹൃദയഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ YT സ്റ്റുഡിയോ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ YT സ്റ്റുഡിയോ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നു. അതിലാണ് നമ്മുടെ യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ടും അതുപോലെ തന്നെ വാച്ച് അവേഴ്സും അതുപോലെ തന്നെ നമുക്ക് എന്തോരം വ്യൂസ് കയറുന്നുണ്ട്, നമുക്ക് ഏതൊക്കെ ടൈമിലാണ് കൂടുതൽ വ്യൂസ് കയറുന്നത്, മാത്രമല്ല നമുക്ക് ജെൻസ് ആണോ അല്ലെങ്കിൽ ലേഡീസ് ആണോ നമ്മുടെ വീഡിയോസ് കൂടുതൽ കാണുന്നത്, ഏത് പ്രായക്കാരാണ് കൂടുതൽ വീഡിയോസ് കാണുന്നത്, എവിടെ നിന്നൊക്കെയാണ് നമ്മുടെ വീഡിയോസ് കൂടുതൽ ആൾക്കാർ കാണുന്നത്, അതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ YT സ്റ്റുഡിയോ മസ്റ്റ് ആയിട്ടും ഡൗൺലോഡ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ വീഡിയോസ് ഇടാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നല്ല ഐശ്വര്യമായിട്ട് നമ്മൾ വീഡിയോ ഇടുന്നു. ഷോർട്സ് ഇടുന്നവർ കാണും, വീഡിയോസ് ഇടുന്നവർ കാണും, രണ്ടും ഇടുന്നവർ കാണും. നിങ്ങൾ മാക്സിമം, ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഡെയിലി ആദ്യമൊക്കെ ഞാൻ ഷോർട്സ് മാത്രമേ ഫോക്കസ് ചെയ്യത്തുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, വാച്ച് അവർ കൂടില്ലായിരുന്നു. കാരണം ഷോർട്സിന് വാച്ച് അവർ കൂടില്ല. ലോങ് വീഡിയോസ് ചെയ്താൽ മാത്രമേ വാച്ച് അവർ കൂടുള്ളൂ. വാട്സപ്പിലായാലും എനിക്ക് ഡയറക്റ്റ് കമൻറ്റിൽ മെസ്സേജ് അയക്കുന്നവരായാലും എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഷോർട്സിൽ നമ്മൾ YT സ്റ്റുഡിയോയിൽ പോയി നോക്കുമ്പോൾ വാച്ച് അവർ കാണിക്കുന്നുണ്ട്, പക്ഷേ ഈ വാച്ച് അവർ തന്നെയാണോ നമ്മുടെ ശരിക്കുള്ള നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആകാനുള്ള വാച്ച് അവർ എന്ന് ഡൗട്ട് ഉള്ളവരുണ്ട്.
ഷോർട്സിന്റെ വാച്ച് അവർ എന്ന് പറഞ്ഞാൽ ഷോർട്സിന്റെ വാച്ച് അവർ യൂട്യൂബ് കണക്കിലെടുക്കുകയില്ല. നമ്മുടെ ലോങ് വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ലൈവ് ചെയ്യുന്നതിന്റെ വാച്ച് അവർ മാത്രമേ യൂട്യൂബ് കണക്കിലെടുക്കാറുള്ളൂ. അങ്ങനെ ഞാനൊരു 4 മാസം ഡയറക്റ്റ് എനിക്കൊരു കാര്യം അറിയാത്തതുകൊണ്ട് ഞാൻ ഷോർട്സ് തന്നെ ചെയ്തു പോയി. അതിനുശേഷമാണ് യൂട്യൂബ് എന്താണ്, യൂട്യൂബിന്റെ ക്രൈറ്റീരിയ എന്താണ്, യൂട്യൂബിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത്, എന്തൊക്കെ വീഡിയോസ് ആണ്, ഏത് ടൈപ്പ് വീഡിയോസ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ ഏണിങ്സ് കിട്ടുന്നത്, എങ്ങനെയാണ് വാച്ച് അവർ കൂടുന്നത്, എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് കൂടുന്നത് എന്നൊക്കെ ഞാൻ ക്ലിയർ ആയി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് ഞാൻ ലോങ് വീഡിയോസിലേക്ക് തിരിഞ്ഞത്. അങ്ങനെ ഞാൻ ലോങ് വീഡിയോസ് ഇടാൻ തുടങ്ങി. ലോങ് വീഡിയോസ് ഇട്ട് ഞാൻ 2 മാസത്തിനുള്ളിൽ എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി. ഞാൻ ലോങ് വീഡിയോസ് ഇടാൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ ഞാൻ ഡെയിലി ഓരോ വീഡിയോ എനിക്ക് മാക്സിമം പറ്റുമ്പോൾ ഡെയിലി ഒരു വീഡിയോ വെച്ച് ഞാൻ ഇടുമായിരുന്നു. ഒട്ടും പറ്റാത്ത സിറ്റുവേഷനിലാണ് ഞാൻ 1 വീഡിയോ ഇട്ടിട്ടുള്ളൂ. അത് 1-2 ദിവസം മാത്രമേ എനിക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആകുന്നതിന് മുമ്പ് വരെ ഞാൻ മാക്സിമം ഡെയിലി ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങി. വാച്ച് അവറൊക്കെ ഇങ്ങനെ കയറാൻ തുടങ്ങി. വാച്ച് അവർ കയറി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഫെബ്രുവരി ജാനുവരി ആ ഒരു ടൈമിൽ, ഫെബ്രുവരിയാണ്, ആ ഒരു ടൈമിൽ എൻ്റെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷൻ ആയി. ഹാഫ് മോണിറ്റൈസേഷൻ ആയെന്ന് പറയുമ്പോൾ ഞാൻ വാച്ച് അവറിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് എന്തോ 1000 സംതിങ് 2000 സംതിങ് എന്തോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ആ ചുരുങ്ങിയ സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് തന്നെ എനിക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. എൻ്റെ വാച്ച് അവർ എന്ന് പറയുന്നത് എനിക്ക് 3000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് 10 ദിവസം കൊണ്ടാണ് എനിക്ക് 4000 വാച്ച് അവർ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. നമുക്ക് ഈ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ YT സ്റ്റുഡിയോയിൽ ഏണെന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഏണെന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അവിടെയാണ് നമുക്ക് എന്തോരം സബ്സ്ക്രൈബേഴ്സ് ആയി, എന്തോരം വാച്ച് അവേഴ്സ് ആയി എന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ഓരോ സ്റ്റെപ്പ്, ഓരോ ക്രൈറ്റീരിയ നമ്മൾ ഫുൾഫിൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം 3000 വാച്ച് അവറായി, അങ്ങനെ ആ ഒരു കടമ്പ കഴിഞ്ഞു. ഇനി എനിക്ക് 4000 വാച്ച് അവറാണ്. അപ്പോൾ ആ ഒരു കടമ്പ കഴിയുമ്പോൾ അപ്ലൈ നൗ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് വരുന്ന ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന നിമിഷമാണ്. അങ്ങനെ അപ്ലൈ ചെയ്യുന്നു. നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ചാനലിൽ എന്തെങ്കിലും റീയൂസ്ഡ് കണ്ടന്റോ അല്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഷോർട്സോ കോപ്പി ചെയ്തിട്ടാണ് നമ്മുടെ ചാനലിൽ നമ്മൾ ഇടുന്നതെങ്കിൽ നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് അങ്ങനെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് നമ്മുടെ ചാനലിൽ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ ചാനൽ പെട്ടെന്നായിരിക്കും മോണിറ്റൈസേഷൻ ആകുന്നത്. അതല്ല നമ്മുടെ ചാനലിൽ റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം യൂട്യൂബ് പറഞ്ഞ ആ ഒരു ടൈമിൽ മാത്രമേ നമുക്ക് പിന്നീട് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഇതെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും യൂട്യൂബിൽ, ഗൂഗിളിൽ നമ്മുടെ ചാനലിൽ ആഡ്സ് വന്നാലല്ലേ നമുക്ക് അതിൽ നിന്നും ഇൻകം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഗൂഗിളിൻ്റെ ആഡ്സെൻസിൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ചാനലിൽ അഡ്വർടൈസ്മെൻറ്റ് വരാൻ തുടങ്ങുന്നു. അതിനുശേഷം ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ YT സ്റ്റുഡിയോ ആകെ ചേഞ്ച് ആയിട്ടുണ്ടാവും. അങ്ങനെ ഗൂഗിളിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ സെറ്റായി കഴിഞ്ഞ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ നോർമലി എപ്പോഴും വീഡിയോ ഇടുന്ന പോലെ വീഡിയോ ഇട്ട് പോകുന്നു. YT സ്റ്റുഡിയോ ആണെങ്കിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് നമ്മൾ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ ചാനലിൻ്റെ YT സ്റ്റുഡിയോയിൽ സബ്സ്ക്രൈബേഴ്സ് കാണും, വ്യൂസ് കാണും, വാച്ച് അവർ കാണും. എക്സ്പെഷ്യലി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ, നമുക്ക് ഏറ്റവും ഒരുപാട് നാൾ കാത്തിരുന്ന ആ ഒരു സംഭവം, ഡോളറിൻ്റെ റേറ്റിൻ്റെ ഓപ്ഷനും അവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. നമ്മുടെ ഡോളറിൻ്റെ റേറ്റ് ഡെയിലി ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഓരോ ദിവസവും എനിക്ക് തോന്നുന്നു, ഞാൻ രാവിലെ എപ്പോഴും എഴുന്നേൽക്കുമ്പോഴാകട്ടെ, എനിക്ക് കറക്റ്റ് സമയം എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് YT സ്റ്റുഡിയോയിൽ റീഫ്രഷ് ചെയ്യുമ്പോഴാണ് ഡോളറിൻ്റെ കൗണ്ട് കയറിയതായിട്ട് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു രാവിലെ ഒരു 5 മണി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡോളറിൻ്റെ ചേഞ്ച് കൂടുന്നതായിട്ട് എപ്പോഴും കാണിക്കുന്നത്. രാത്രിയല്ല, 12 മണി കഴിഞ്ഞുമല്ല, രാത്രി 12 മണി കഴിഞ്ഞുമല്ല, രാവിലെ ഒരു 5 മണി കഴിഞ്ഞ് ഞാൻ എണീക്കുന്ന ഒരു ടൈമിൽ ഞാൻ റീഫ്രഷ് ചെയ്ത് കഴിയുമ്പോഴാണ് ഡോളറിൻ്റെ ചേഞ്ച് കൂടിയതായിട്ട് കാണിക്കുന്നത്. എനിക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സമയം ഇപ്പോഴും അറിയത്തില്ല. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, ഞാൻ മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾഡ് ഇട്ടാണ് ലോങ് വീഡിയോസ് ഒക്കെ ആയാലും അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴെന്ന് പറയുമ്പോൾ എനിക്ക് മെമ്പർഷിപ്പ് ഉൾപ്പെടെ വന്നതുകൊണ്ട് തന്നെ ഞാൻ ഷെഡ്യൂൾഡ് ഇടാറില്ല. ഞാൻ അൺലിസ്റ്റഡിൽ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം YT സ്റ്റുഡിയോയിൽ പോയിട്ട് ഞാൻ പബ്ലിക് ആക്കുകയാണ് ചെയ്യുന്നത്. പബ്ലിക് ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ്റെ ടാബ് ഓൺ ആണോ ഓഫ് ആണോ, അത് ഓഫായിട്ടായിരിക്കും കിടക്കുന്നത്, നമുക്കത് ഓൺ ആക്കാനുള്ള ഓപ്ഷൻ പിന്നീടായിരിക്കും വരുന്നത്. സോ നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പബ്ലിക് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ വീഡിയോസ് നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ആക്കി കൊടുക്കാനുള്ള ഓപ്ഷൻ കിട്ടത്തുള്ളൂ.
അപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകാനായിട്ട് എല്ലാവരും ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഹാർഡ് വർക്ക് തന്നെയാണ് കേട്ടോ. ചുമ്മാ ഇരുന്ന് ആർക്കും ഒന്നും കിട്ടിയില്ല. ചിലപ്പോൾ ഓരോരുത്തരെയും ഭാഗ്യം പോലെ ഇരിക്കും, ഒരുപാട് പേരുടെ കഷ്ടപ്പാട് പോലെ ഇരിക്കും. ചിലർക്കൊക്കെ പെട്ടെന്നായിരിക്കും ചാനൽ മോണിറ്റൈസേഷൻ ആകുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു യൂട്യൂബർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ, യൂട്യൂബിൻ്റെ പോളിസി കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളെ വീഡിയോസൊക്കെ ആയാലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നും അറിയാണ്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ അത് ഇടുന്നതേ ഉള്ളൂ. പിന്നീട് നമ്മൾ കറക്റ്റായിട്ട് വീഡിയോസൊക്കെ ഇങ്ങനെയാണ് ഇടേണ്ടതെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആകും. അപ്പോഴും നമ്മൾ അറിയാത്ത രീതിയിലുള്ള വീഡിയോസ് അപ്പോഴും നമ്മുടെ ചാനലിൽ അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരിക്കും. പിന്നെ യൂട്യൂബിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ടെക് ചാനലുകൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ തന്നെ നിങ്ങൾക്ക് കാണുമെന്നില്ല, ഒരുപാട് ടെക് ചാനലുകളുണ്ട്. എന്ത് ഡൗട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവിടെ വരും. നിങ്ങൾക്ക് എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും എങ്ങനെയൊക്കെയാണ് ലോങ് വീഡിയോയ്ക്ക് ആയാലും ഷോർട്സ് ആയാലും അപ്ലോഡ് ചെയ്യേണ്ടതെന്നും തംബ്നെയിൽ മേക്ക് ചെയ്യേണ്ടതെന്നും ഏത് ആപ്പുകളൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ യൂട്യൂബിൽ തന്നെ സുപരിചിതമാണ്. അപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആകാനായിട്ട് ഞാൻ ഇത്രയും പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തുകൊണ്ടാണ് ഞാൻ യൂട്യൂബിനെ പറ്റി അറിഞ്ഞപ്പോൾ തൊട്ട് ഇടുന്ന ലോങ് വീഡിയോസൊക്കെ ആയാലും 2 മാസം കൊണ്ട് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആകാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എങ്ങനെയൊക്കെയാണ് വീഡിയോസ് ഇടുന്നതെന്ന്, നമ്മുടെ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ എങ്ങനെയൊക്കെയാണ് നമുക്ക് വാച്ചവേഴ്സ് ആയാലും സബ്സ്ക്രൈബേഴ്സ് ആയാലും അതുപോലെ തന്നെ വ്യൂസ് ഒക്കെ ആയാലും ഷോർട്സിനായാലും വീഡിയോസിനായാലും ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കായിരുന്നു. ഞാൻ എങ്ങനെയാണ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയത്, അതിനായിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ ഇന്നത്തെ എൻ്റെ ടോപ്പിക്കിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി, നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായി യൂസ്ഫുൾ ആയെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.